പഠനത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ബുദ്ധിയിൽ പ്രധാനമായിട്ടും വരുന്നതെന്ന് നോക്കിയേ. ഫ്രാൻസിസ് ഗാൾട്ടനോട് കൂടിയാണ് ആധുനിക കാലത്ത് ബുദ്ധിയെക്കുറിച്ചുള്ള ശാസ്ത്രീയമായ അന്വേഷണങ്ങൾ ആരംഭിക്കുന്നത്. വ്യക്തികളുടെ മാനസികവും കായികവുമായ കഴിവുകളെ അളക്കാൻ അദ്ദേഹം ഒരു സൈക്കോമെട്രിക് ലാബ് ആരംഭിച്ചു. ദൃശ്യസംവേദനം, ശ്രവ്യ സംവേദനക്ഷമത, പ്രതികരണ സമയദൈർഘ്യം എന്നിവ അളന്നുകൊണ്ട് മാനസിക ഘടനയുടെ ശക്തി കണ്ടെത്താം എന്ന് അദ്ദേഹം സമർത്ഥിച്ചു. കാരണം ബുദ്ധിയെക്കുറിച്ചുള്ളത്. ഇനി ഇതിൽ വേറെ അങ്ങനെ കൊട്ടേഷനൊന്നും അങ്ങനെ പഠിക്കേണ്ടതായിട്ടില്ല. ആരാണ് സൈക്കോമെട്രിക് ലാബ് ആരംഭിച്ചതെന്ന് വെച്ചാൽ ഫ്രാൻസിസ് ഗാൾട്ടൻ. ഇത് ബുദ്ധിയുടെ പ്രകൃതം. ഇനി ബുദ്ധി സിദ്ധാന്തങ്ങൾ പഠിക്കണം എന്തായാലും. ഏകഘടക സിദ്ധാന്തം, മനോഘടക സിദ്ധാന്തം, ദ്വിഘടക സിദ്ധാന്തം, ബഹുഘടക സിദ്ധാന്തം. ദ്വിഘടകത്തിൻ്റെ അതാരാണ്? ചാൾസ് സ്പിയർമാൻ. ബഹുഘടകം തൊണ്ടൈക്ക്. സംഘഘടകം തേഴ്സ്റ്റൺ. ത്രിമുഖ ബുദ്ധി സിദ്ധാന്തം JP ഗിൽഫോർഡ്. റെയ്മണ്ട് കാറ്റലിൻ്റെ ബുദ്ധി വിഭജനം. ബുദ്ധിയെക്കുറിച്ചുള്ള വ്യത്യസ്തമായൊരു സിദ്ധാന്തം അവതരിപ്പിച്ച വ്യക്തിയാണ് റെയ്മണ്ട് കാറ്റൽ. എന്തൊക്കെ ബുദ്ധി എന്നാണ്? ബുദ്ധിക്ക് ദ്രവബുദ്ധി എന്നും ഖരബുദ്ധി എന്നും രണ്ട് സുപ്രധാന ഘടകങ്ങളുണ്ടെന്നും അദ്ദേഹം മുന്നോട്ട് വെച്ചു. അതാണ് ഇതിൽ വരുന്നതാണ് സ്പിയർമാൻ്റെ GF ഫാക്ടർ. സ്റ്റേൺബർഗിൻ്റെ സ്ട്രയാർക്കിക് സിദ്ധാന്തം. സ്റ്റേൺബർഗ് കോമ്പോണ്ടൻഷ്യലി, എക്സ്പെരിമെൻ്റൽ, കോണ്ടൻഷ്യലി. ഇതാണ് 3 ഇൻ്റലിജൻസാണ് സ്ട്രയാർക്കിക് സിദ്ധാന്തത്തിൽ വരുന്നത്. പിന്നെ ബുദ്ധിശക്തി വസ്തുനിഷ്ഠമായി നിർണ്ണയിക്കാനുള്ള ശ്രമം ആദ്യമായി നടത്തിയത് ആൽഫ്രഡ് ബീനെയാണ്. ബുദ്ധിപരീക്ഷയുടെ പിതാവ് എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. ആരാണ്? ആൽഫ്രഡ് ബീനെ. മാനസിക വയസ്സ് എന്ന ആശയത്തിന് ബീനെ രൂപം നൽകി. മാനസിക വികാസം അളക്കുന്നത് മാനസിക വയസ്സിൻ്റെ രൂപത്തിലാണ്. പിന്നെ ബുദ്ധിമാനം കണ്ടെത്താനായിട്ടുള്ളതാണ് ബുദ്ധിമാനം. IQ = MA/CA/100 എന്നാണ് അളക്കേണ്ടത്. ഓക്കെ, അല്ല ഇങ്ങനെ ഇക്വേഷൻ ഇട്ടിട്ട് ചെയ്യും. ബുദ്ധിമാനം കണ്ടെത്താനുള്ളതാണ് കേട്ടോ. ഈ കൊട്ടേഷൻ എന്തായാലും ഉണ്ടാവും. നോക്കിയത് അളന്നതിന് ശേഷമുള്ള സംഭവമാണിത്. IQ 30-ൽ താഴെ ജഡബുദ്ധി, 30-50 ക്ഷീണബുദ്ധി, 50-70 മൂഢബുദ്ധി, 70-85 മന്ദബുദ്ധി, 85-115 ശരാശരി, 115-130 ശ്രേഷ്ഠബുദ്ധി, 130-ൽ കൂടുതൽ ദക്ഷിണാശാലി. ഇതെന്തായാലും ഉണ്ടാവും. ബഹുമുഖ ബുദ്ധിയുടെ ആരെന്നറിയോ? ഹൊവാർഡ് ഗാർഡനറാണ് ബഹുമുഖ ബുദ്ധി.